ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം മുന്നേ കണ്ട കപ്പലിൽ കയറുന്നതിന് മുന്നേ ഉള്ള കുറച്ച് യാത്രാവിശേഷങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കപ്പലിനുള്ളിൽ കണ്ടിട്ടുള്ള കുറച്ച് എന്താ പറയുക രസകരമായ കാഴ്ചകളൊന്ന് കാണാം. കപ്പലിനുള്ളിൽ ഓരോ പ്ലേസിൽ നിന്നും നമ്മളുടെ ഒരു ടൂറിസ്റ്റ് പ്ലേസിലോട്ട് വന്നിട്ടുള്ള ഒരുപാട് ബാച്ചുകാരുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കായിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള പ്ലേസ്, ഫുഡ് കഴിക്കാനുള്ള പ്ലേസ് അവിടെ റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് റിസർവ് ചെയ്തിട്ടുള്ള സീറ്റിലാണ് നമ്മൾ ഇരുന്നിട്ടുള്ളത്. നമ്മളങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. നൈറ്റ് ഡിന്നർ അവിടെയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അവർ ഫുഡ് സെർവ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെയുള്ള കുറേ ഫുഡുകളാണ് ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഫുഡ് സെർവ് ചെയ്യാനുള്ള ടൈം ആവാത്തത് കൊണ്ട് തന്നെ ഓരോരുത്തരായിട്ട് ഫുഡുകളൊക്കെ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് പോയി എടുത്തു. ഇത്രയും സമാധാനത്തോടും വളരെ സന്തോഷത്തോടും കൂടെ ഇങ്ങനെ ഫുഡിൻ്റെ വീഡിയോ എടുക്കുന്നത് ഇതാദ്യമായിട്ടാണ് കേട്ടോ. ആരും തന്നെ ഇല്ല, വളരെ സമാധാനമായിട്ട് എല്ലാ ഫുഡുകളും എന്താ പറയുക ഈ ഒരു കൊച്ചു വീഡിയോയിലൂടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അവരുടേതായിട്ടുള്ള തായ്ലൻഡ് ഡിഷസും നമ്മുടെ ഇന്ത്യൻ ഡിഷസും ഒക്കെ ഉണ്ട്. ഒരുപാട് ഫുഡുകളുണ്ട്. ഇതിൻ്റെ പേരും കാര്യങ്ങളൊന്നും എനിക്കറിഞ്ഞൂടാ. പേരുകളൊക്കെ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ പല ടൈപ്പിലുള്ള സാലഡുകളുണ്ട്. ഈ സാലഡുകളൊക്കെ എടുക്കുമ്പോൾ അതിലോട്ട് ആഡ് ചെയ്യാനുള്ള സോസുകളും അവർ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേപോലെ നമ്മുടെ എന്താ പറയുക പ്രോൺസും ഓയിസ്റ്ററൊക്കെ അവിടെ വേവിച്ച് അവരവിടെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. അതും ഡിപ്പ് ചെയ്ത് കഴിക്കാനുള്ള സോസുകളൊക്കെ സെപ്പറേറ്റ് അവർ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളുടെ സാൽമൺ ഫിഷ്, അതും അവരവിടെ കട്ട് ചെയ്ത് നമുക്ക് വെച്ച് തരുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള അതിൽ നിന്നും പീസ് എടുക്കുക, എന്നിട്ട് ഇതേപോലെ വെജിറ്റബിൾസ് ഇട്ട് വെച്ചിട്ടുള്ള ആ ഒരു പ്ലേറ്റിലോട്ട് വെച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആഡ് ചെയ്ത് അത് ഡിപ്പ് ചെയ്ത് കഴിക്കാനുള്ള സോസുകളും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഈ സാൽമൺ ഫിഷ് ഞാൻ ട്രൈ ചെയ്തില്ല കേട്ടോ. പിന്നെ പിള്ളേർക്ക് പറ്റിയിട്ടുള്ള ഫ്രൈസ് ഉണ്ട്. പിന്നെ ഡിഫറെൻറ്റ് രീതിയിലുള്ള കറികളുണ്ട്. പ്രോൺസിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് കറിയുണ്ട്. പിന്നെ വെജിറ്റബിൾസിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് കറിയുണ്ട്. മീറ്റിൻ്റെ ഉണ്ട്. അങ്ങനെ പിന്നെ എന്താ ചീസൊക്കെ ആഡ് ചെയ്തിട്ടുള്ള കറികളുണ്ട്. അങ്ങനെ പല പല രീതിയിലുള്ള കറികളും അവിടെ ഉണ്ട്. സൂപ്പുകളുണ്ട്, പല ടൈപ്പിലുള്ള നൂഡിൽസ് ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, സാദാ റൈസ് ഉണ്ട്. അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. അപ്പോൾ എല്ലാതും ആൾക്കാർ വന്നെടുക്കാത്തത് കൊണ്ട് തന്നെ അവർ നല്ല ഭംഗിയിൽ എല്ലാ ഫുഡുകളും ഇങ്ങനെ നല്ല പോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എടുക്കാനും വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇങ്ങനെ ആകെ അലമ്പാക്കിയിട്ടൊന്നുമല്ലല്ലോ ഇരിക്കുന്നത്, വളരെ അലങ്കാരപ്പണികളൊക്കെ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഒരുപാട് ഫുഡുകൾ കാണുമ്പോൾ നമുക്ക് തോന്നും എല്ലാതും ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന്. പക്ഷെ അങ്ങനെ നടക്കില്ല കേട്ടോ. നമ്മളുടെ വയറല്ലേ, നമുക്ക് പറ്റുന്ന പോലെ എല്ലാതും കഴിക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് ആവശ്യമുള്ള ഫുഡ് അതിൽ നിന്ന് എടുക്കുക, ഒന്നും വേസ്റ്റ് ചെയ്യാതെ നമ്മൾ കഴിച്ച് തീർക്കുക. അവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെക്കുന്ന ഐറ്റംസ് അല്ലേ, നമ്മൾ പരമാവധി വേസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഫുഡുകൾ മാത്രം എടുത്ത് കഴിക്കുക. പിന്നെ പല ടേസ്റ്റിലുള്ള സുഷികൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും 2 ടൈപ്പിലുള്ള സുഷികൾ ഞാൻ എടുത്തിട്ട്, ഒരുപാടൊന്നും എടുത്തില്ല കേട്ടോ, 2 സുഷികൾ എടുത്തിട്ട് ഞാൻ ട്രൈ ചെയ്തിരുന്നു. ഡിപ്പ് ചെയ്യുന്ന ആ ഒരു സോസുകളൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഇതാ ഒരു ബീഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ഉണ്ട്. ഇതും ഞാൻ എടുത്തിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുത്തത് ഈ ബീഫ് സ്റ്റോക്കോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് കേട്ടോ. അതും പിന്നെ 2 ടൈപ്പ് സുഷിയും പിന്നെ അവരുടെ കുഞ്ഞി ടൊമാറ്റോയും എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ചൊവ്വയൊന്നും തോന്നിയില്ല. പക്ഷേ ഈ രണ്ടാമത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു സുഷി, അത് കഴിച്ചപ്പോൾ ചെറുതായിട്ട് എന്തോ ഒരു ചൊവ്വ ഉള്ള പോലെ എനിക്ക് തോന്നി. പക്ഷേ കുഴപ്പമില്ല, കഴിക്കാം. ഈ ബീഫ് സ്റ്റേക്ക് എന്ന് പറയുന്ന സംഭവം അടിപൊളിയായിരുന്നു. സ്റ്റേക്ക് എന്ന് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ ഒരു ബീഫിൻ്റെ ഐറ്റം അടിപൊളിയായിരുന്നു. അതിൽ ആഡ് ചെയ്ത് കഴിക്കുന്ന ആ ഒരു സോസും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ആ സോസ് കൂട്ടിയിട്ട് വേണം കഴിക്കാൻ, അടിപൊളി ടേസ്റ്റാണ്. ആ ഒരു ബീഫിൽ തന്നെ വേവിച്ചെടുത്തതാണ് കേട്ടോ ഈ ഒരു ടൊമാറ്റോയും, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് സാലഡുകൾ എക്സ്ട്രാ എടുത്തു രണ്ടാമത്തെ ട്രിപ്പ്. അതിൻ്റെ കൂടെ മഷ്റൂം സൂപ്പാണ് എടുത്തത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ട്രിപ്പ് എടുത്തിട്ടുള്ള എന്താ പറയുക സാലഡുകൾ. മഷ്റൂം സൂപ്പ് ഇതായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, കഴിക്കാനായിട്ട് പറ്റും. അതിൽ കിംചി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ഐറ്റം ഭയങ്കര എരിവായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അത് ഞാൻ അങ്ങനെ കഴിച്ചില്ല. നമുക്കത് വായിൽ വെക്കാൻ പറ്റണില്ല, നല്ല എരിവുണ്ട്. അത് എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നില്ല ഇത്രയും എരിവുണ്ടാവുമെന്ന്. പക്ഷെ ഞാനൊരു തരി എടുത്തുള്ളൂ. സാലഡും പിന്നെ സൂപ്പും അടിപൊളിയായിരുന്നു. അങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മുടെ മോൻ വികൃതികളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക മധുരം ഒക്കെ കഴിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് എൻ്റെ ഫോണിൽ മെമ്മറി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് നമുക്ക് കപ്പലിനുള്ളിലത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. നമ്മൾ 3ാമത്തെ നിലയിലേക്ക് പോവുകയാണ് കപ്പലിൻ്റെ. ഇത് 3 നിലയുള്ള കപ്പലാണ്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു നമുക്ക് ഫുഡ്, സെക്കൻഡ് ഫ്ലോറിൽ വേറെ ട്രിപ്പുകാരായിരുന്നു, തേർഡ് ഫ്ലോറിലും ആൾക്കാർ ഇരിക്കേണ്ടതാണ്. പക്ഷേ തേർഡ് ഫ്ലോറിൽ നമുക്ക് മഴ കിട്ടി എന്ന് ഞാൻ പറഞ്ഞല്ലോ മുന്നത്തെ വീഡിയോയിൽ. ആ ഒരു മഴ കാരണം ആ ഫ്ലോർ മൊത്തം
മൊത്തം വെള്ളമായിരുന്നു. അതുകൊണ്ട് തന്നെ 3rd ഫ്ലോറിൽ ആർക്കും ഫുഡ് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ മേലോട്ട് കയറുമ്പോഴും മഴ ഇങ്ങനെ തൂളിക്കൊണ്ടിരിക്കുകയായിരുന്നു. 3rd ഫ്ലോറിൽ കയറിയിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഫോണിൽ മെമ്മറി ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അടിപൊളി കാഴ്ചകളാണ് കേട്ടോ, നേരിൽ തന്നെ കാണേണ്ട കാഴ്ചകളാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എല്ലാവരുടെ ഫുഡും പരിപാടികളും ഒക്കെ കഴിഞ്ഞ് അവിടെ DJ പാർട്ടി ഉണ്ടായിരുന്നു. DJ പാർട്ടി എല്ലാവരും അടിച്ച് പൊളിച്ചു കേട്ടോ. 2ാമത്തെ ഫ്ലോറിൽ ആദ്യം അവർ സ്റ്റാർട്ട് ചെയ്തു. ആ ബാച്ചുകാരുടെ ഫുൾ കംപ്ലീറ്റ് ആയപ്പോൾ നമ്മുടെ അവിടേക്ക് വന്നു. നമ്മുടെ അവിടെ വന്നിട്ടും നമ്മളുടെ ട്രിപ്പിലുള്ള എല്ലാവരും അടിച്ച് പൊളിച്ചു. അങ്ങനെ കപ്പൽ യാത്ര സൂപ്പറായിരുന്നു. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ കപ്പൽ യാത്ര വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.